എന്നെക്കൊണ്ട് അങ്ങനെ കുറ്റം പറയിക്കുക. ഞാൻ അന്നും കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് എടുത്ത് നോക്കും. ഞാൻ എന്താ പറഞ്ഞത്? ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. അവരെടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വെട്ടി വളച്ചൊടിച്ചത്, നുണയായിട്ടത് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വെട്ടി എടുത്തില്ല. കഷ്ടമല്ലേ ഞാൻ പറയുന്നത്? വിഷയത്തിൻ്റെ ഒരു സീരിയസ്നെസ് പോകത്തില്ല. നിങ്ങൾ മൂല്യമുള്ള ഒരു വിഷയമാണെന്ന് കണ്ടെത്തുമെങ്കിൽ ആ മൂല്യം തകർക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ എങ്ങനെ ഈ അത്രയും വളരെ മോശപ്പെട്ട രീതിയിൽ ഇ.ഡി. സ്വത്തുക്കൾ തിരിച്ചുകൊടുക്കാന്ന് പറഞ്ഞ് ബാങ്ക് അതിനകത്ത് തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. അറിയാനുണ്ട്. തുടർ നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരത്തെ സമരത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതുപോലെ തന്നെ അവിടെയും പ്രതിസന്ധിയിലാണ്. കരകയറ്റം ഉണ്ടാവട്ടെ. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് സമരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാവും. അതായത് ഇങ്ങനെ സംസ്ഥാനം മൗനം പാലിക്കാനും പറയാനുള്ളത് JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞില്ല. ആ പറഞ്ഞത് സമരം പരിഹരിക്കണം. എന്തായാലും സമരം പരിഹരിക്കല്ല, അവരുടെ ജീവിതം നേരെയാണ്. സമരമല്ല പരിഹരിക്കേണ്ടത്, അവരുടെ ജീവിതമാണ്. ഇന്നത്തെ ഈ സന്നിഗ്ധാവസ്ഥയാണ് പരിഹരിക്കുന്നത്. ഈ ആരോഗ്യമന്ത്രിക്ക് അത് മനസ്സിലാവാത്തതാണോ പ്രശ്നം? എന്നെക്കൊണ്ട് അങ്ങനെ കുറ്റം പറയിക്കുക. ഞാൻ അന്നും കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് എടുത്ത് നോക്കും. ഞാൻ എന്താ പറഞ്ഞത്? ഒരു സർക്കാരിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. അവരെടുത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലയെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ ചർച്ചയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വെട്ടി വളച്ചൊടിച്ചത്, നുണയായിട്ടത് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ വെട്ടി എടുത്തില്ല. കഷ്ടമല്ലേ ഞാൻ പറയുന്നത്? വിഷയത്തിൻ്റെ ഒരു സീരിയസ്നെസ് പോകത്തില്ല. നിങ്ങൾ മൂല്യമുള്ള ഒരു വിഷയമാണെന്ന് കണ്ടെത്തുമെങ്കിൽ ആ മൂല്യം തകർക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ എങ്ങനെ ഈ അത്രയും വളരെ മോശപ്പെട്ട രീതിയിൽ അങ്ങയുടെ സന്ദർശനം പോലും വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവരണം. അതായത് BMS അവിടെ ഒരു യൂണിറ്റ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധമിടല്ലോ. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. വ്യക്തമായി പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഞാൻ എൻ്റെ പക്ഷം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ വ്യാഖ്യാനമൊക്കെ ഞാൻ പണ്ട് പറയുന്നില്ല. അതിന് ഞാൻ കാണിക്കണം. കണ്ടല്ലോ, അത്രയേ ഉള്ളൂ എനിക്ക്. വ്യാഖ്യാനങ്ങളല്ല, ഒരു സത്യമുണ്ട്. ആ സത്യം എൻ്റെ ദൈവങ്ങൾക്കറിയാം. ആ സത്യം ഒരിക്കലും പെരുമാറും.